ഇത് നമ്മൾ പറയുമ്പോൾ അത് ഒരു 10 വരെയാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10ൻ്റെ അപ്പുറത്തോട്ടുണ്ട്. +1 +2 ഉണ്ട്. അവിടെ ഒരുപാട് പഠിക്കാൻ അവർക്ക് വളരെ കമ്പാർട്ടലൈസ് ചെയ്തുള്ള സ്ട്രീമുകളിലാണ് +1 +2 പഠിക്കുന്നത്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആ മേഖലയിലേക്കും കൂടെ വേണ്ടതല്ലേ? അതായത് +1 +2വിൻ്റെ പ്രശ്നം +1 +2 4 സ്ട്രീം, മറ്റേ 1 മുതൽ 10 വരെ നിങ്ങളെല്ലാം ഒരേ സ്ട്രീമിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് IT ഒരു വിഷയമുണ്ട്, പിന്നെ ആകെ ഉള്ളത് ഭാഷാ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് മാറ്റം വരുന്നത്. പക്ഷേ +1 +2 ആകുമ്പോൾ നിങ്ങൾ സയൻസ് സ്ട്രീം, ഹ്യൂമാനിറ്റി സ്ട്രീം അങ്ങനെയായിട്ട് വരുന്നു. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വളരെ കുറച്ച് കുട്ടികളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 വരെയുള്ള ഒരു IT മുന്നേറ്റം +1 +2 അത്ര സാധ്യമാവില്ല. പക്ഷേ നമ്മളൊരു കാര്യമുണ്ട്, സമഗ്ര റിസോഴ്സ് പോർട്ടലും AI എഞ്ചിനും +1 +2വിനുണ്ട്. ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ എൻട്രൻസ് കീ ടു എൻട്രൻസ് പരിശീലനം അതിപ്പോൾ AI ഉപയോഗിച്ചിട്ടാണ്. അതിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, കീമും നീറ്റും മാത്രമല്ല, CUT ഉൾപ്പെടെ എല്ലാ സ്ട്രീമിനുമുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലിറ്റിൽ കൈറ്റ്സും ഹയർ സെക്കൻഡറിയിൽ വേണം എന്നുള്ള വലിയൊരു ഡിമാൻഡ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ക്ലബ്ബുകളും പരീക്ഷ ഓറിയൻറ്റഡും ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് അല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഒരു സാറ്റലൈറ്റ് മോഡൽ എങ്ങനെ അവിടെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പം ഹയർ സെക്കൻഡറിയിൽ NCC മുതലെല്ലാം ബാക്കിയെല്ലാം ഉണ്ട്. സാധ്യത നിങ്ങൾക്ക് പരിശോധിച്ചാൽ നടക്കുന്നുണ്ട്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇതിപ്പോൾ 2 വർഷമായി, എന്താണ് അടുത്തൊരു എക്സ്റ്റൻഷൻ ഇതിൻ്റെ എന്താണ്, എന്തെങ്കിലും ആലോചനകളുണ്ടോ? എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്തൊരു കാര്യമല്ല, ഒക്കെ യാദൃശ്ചികമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ AIയുടെ ഒരു സാധനം വന്നപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസിക്കലി ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള പുസ്തകങ്ങളിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വരുന്ന മാറ്റങ്ങളനുസരിച്ച് അതിനെ പുതുക്കിക്കൊണ്ടിരിക്കും. അതൊന്ന്. പിന്നെ പുതിയ പ്രോഗ്രാം, ഇപ്പോൾ അതാണ് പറഞ്ഞപ്പം രക്ഷിതാക്കൾക്ക് വരുന്ന AI ഇത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് AI എന്ന് പറയുമ്പോൾ കുട്ടികളും കൂടെ അത് പഠിക്കുന്നതാണ്. ഇപ്പോൾ AI എന്ന് പറയുന്നതും നമുക്കൊരു മേച്ചറായിട്ടില്ല. അപ്പോൾ നിരന്തരം ഇതിൻ്റെ അപകടങ്ങൾ തുറന്നു കാണിച്ചും ഇതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും നമ്മൾ അതിനോടൊപ്പം പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് 1, 2, 3 എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഇത്രയും കാലം, ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ അതത് ഇപ്പോൾ AVGC സെക്ടർ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗ്രാഫിക്സ്, പിന്നെ കോമിക്സ്, എക്സ്റ്റൻഡഡ് റിയാലിറ്റി, AVGC. നമ്മൾ കേരള AVGC നയം ഉണ്ടാക്കി ഈ വർഷം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. പുതിയ കേന്ദ്ര ബഡ്ജറ്റിൽ AVGC പഠിക്കുന്നതിന് വേണ്ടി 15,000 സ്കൂളിൽ സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു, നമ്മളത് തുടങ്ങി. പക്ഷേ അത് നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊന്നുള്ളതല്ല, നമ്മളതിൻ്റെ കോൺസെപ്റ്റ്, അതായത് അതും 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് കുട്ടി, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 3ല്ല, ഞാനത് നേരത്തെ AIയുടെ പോലെ തന്നെ 3, 4, 5, 6 എല്ലാ ക്ലാസ്സുകളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയത് ഞാൻ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകും, മനസ്സിലായി AI എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലെവലിലേക്ക് പോകുന്ന സ്വാഭാവികമായിട്ടുള്ള വളർച്ച കാലത്തിന്, വിദ്യാഭ്യാസ മേഖലയിൽ കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ ഇതുവരെ IT കാര്യത്തിൽ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കഴിയുന്ന രൂപത്തിലേക്കുള്ള നല്ല ഒരു നെറ്റ്വർക്ക് അധ്യാപകരുടേതായാലും വിദ്യാർത്ഥികളുടേതായാലും ഒക്കെ ഇവിടെ സജ്ജമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണപരമായ കാര്യം.